ഹലോ മക്കളെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അടിപൊളി ചാപ്റ്ററാണ് നമ്മുടെ ദ ഹാപ്പിനെസ് മെഷീൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് എല്ലാവർക്കും ഹാപ്പി ആയിരുന്നുണ്ട് അല്ലേ? നമുക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നുണ്ട്. അപ്പം മിസ്സൊക്കെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ എപ്പോഴും വന്ന് ഇങ്ങനെ ചിരിക്കുന്ന മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നില്ല. അത് വെച്ച് മിസ്സ് എപ്പോഴും ഹാപ്പി ആണെന്നാണോ? അല്ല അല്ലേ? എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ എന്തുണ്ട്, ഒരു സങ്കടം വരുന്ന സമയം ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ കരയും അല്ലേ, നമ്മൾക്ക് ദേഷ്യപ്പെടും, നമ്മൾ ചിലപ്പോൾ എന്താണ് മിണ്ടാതിരിക്കും, ആരോടും മിണ്ടാൻ തോന്നാതിരിക്കും. അങ്ങനെ നമുക്ക് സങ്കടങ്ങളുള്ള, ആരും അറിയാത്ത കുറേ സങ്കടങ്ങൾ, ആൾക്കാർ അറിഞ്ഞുകൊണ്ടുള്ള സങ്കടങ്ങൾ എല്ലാം നമുക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളെല്ലാവർക്കും ഹാപ്പിയാണ്, എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ? മിസ്സിനോ നിങ്ങൾക്കോ ഒന്നും എന്താണ്, നമുക്ക് ആർക്കും കരയാൻ ഇഷ്ടമല്ല അല്ലേ? അല്ലെങ്കിൽ സങ്കടപ്പെട്ട് ഇരിക്കാൻ ഇഷ്ടമല്ല, സങ്കടത്തിൽ ജീവിക്കാൻ ഇഷ്ടമല്ല, നമുക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ എന്താണ്, എപ്പോഴും നമുക്ക് അങ്ങനെ ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഡൗൺ ആയി പോകുന്ന നിമിഷങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്കൊരു ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് എന്നുള്ള മിസ് ഒരു കുഞ്ഞ് സമ്മറി ആക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ പറഞ്ഞുതരാം. ഓക്കെ, റെഡി? അപ്പൊ നമ്മുടെ സലീം കുമാർ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ മിസ് വെച്ചത് എന്തിനാണ്? നിങ്ങൾ എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഒരു കുഞ്ഞ് സ്മൈല് മുഖത്ത് വരില്ലേ? അപ്പോൾ മിസ്സാണ് നിങ്ങളുടെ ഹാപ്പിനെസ് മെഷീൻ ഇപ്പോൾ. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. Ready. The Happiness Machine, written by Ray Douglas, deals with the fact that happiness is priceless. അല്ലേ? ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമല്ല, പ്രൈസ്ലെസ് ആണ്. ആൻഡ് ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ എ മെഷീൻ. അതൊരിക്കലും ഒരു മെഷീനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ല അല്ലേ? ഇൻ ദ സ്റ്റോറി, ലിയോ ഓഫ്മൻ one day moved slowly into a workshop for his master craft and novel invention. അപ്പൊ ആള് ഒരു ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കുകയാണ് അല്ലേ? നമ്മുടെ ലിയോ ഓഫ്മൻ ഒരു ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കുകയാണ് for the purpose of making one happy. ഒരാളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കുകയാണ്. He asked his wife whether she was pleased and delightful, to which she replied that she was not delighted because of all the domestic chores. അല്ലേ? അപ്പോൾ ആ വീട്ടിൽ കുറേ പണിയുണ്ട്. അപ്പോൾ ആ വീട്ടിലെ പണി ചെയ്ത് തന്നെ ഞാൻ അത്ര ഹാപ്പി ഒന്നും അല്ല, അത്ര ഡിലൈറ്റ്ഫുൾ ഒന്നും അല്ല എന്ന് പറയാണ്. She explained that he talked to her for the first time in 6 months and for the first time in 20 years that their supper bread turned into charcoal. അല്ലേ? അപ്പോൾ ആൾ പറയാണ് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ സ്ഥിരം പരാതികളില്ലേ, അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെന asked if the machine could make old men young and happy and if it could get everything done for the house, the kitchen and the children. അപ്പൊ നമ്മുടെ ലെന ചോദിക്കുകയാണ്, ലെനയാണ് വൈഫ്. ഓക്കെ, അപ്പൊ ലെന ചോദിക്കുകയാണ് വയസ്സായ ആൾക്കാരെ യങ് ആക്കാൻ പറ്റുമോ, അതേപോലെ എല്ലാവരെയും ഹാപ്പി ആക്കാൻ പറ്റുമോ, അതേപോലെ എന്താണ് ഈ വീട്ടിലെ പണികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഹർ ഹസ്ബൻഡ് റിപ്ലൈഡ് ദാറ്റ് ദ മെഷീൻ വാസ് നോട്ട് മെയ്ഡ് ഫോർ ദീസ് തിങ്സ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനല്ല ഈ ഒരു മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാണ്. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം തന്നെ ലിയോ എന്ത് ചെയ്തു, നമ്മുടെ ലെനയെ എങ്ങനെയൊക്കെയോ ആ മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അല്ലേ? യെസ്, അപ്പോൾ ഹി മാനേജ് ടു ലീഡ് ഹിസ് വൈഫ് ടു ദാറ്റ് മെഷീൻ. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു 8 ഫൂട്ട് ടോൾ ആയിട്ടുള്ള, അത്രയും വലുപ്പമുള്ള, നോക്കിയേ 8 അടി അല്ലെ, 8 ഫൂട്ട് ടോളിൽ ഓറഞ്ച് കളേർഡ് ആണ് നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്, അപ്പോൾ അങ്ങനെയുള്ള ഒരു മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആൻഡ് ആസ്ക്ഡ് ഹർ ടു ടെസ്റ്റ് ദ മെഷീൻ. അങ്ങനെ ആ മെഷീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ മെഷീൻ്റെ അകത്തേക്ക് നമ്മുടെ ലെന കയറി, സാറ്റ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹർ ഹസ്ബൻഡ്. There was a click and the machine shivered. അല്ലെ, ഇപ്പോൾ ഒരു ക്ലിക്ക് ഉണ്ടായി, അപ്പം മെഷീൻ ഇങ്ങനെ ഷിവർ ചെയ്യാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി. ആൻഡ് growled like a wild dog from inside the box. ആ ബോക്സിനകത്തുനിന്ന് നമ്മുടെ ലെന ഇങ്ങനെ ക്രൈ ചെയ്യുന്നത് കേൾക്കാൻ പറ്റും. ആദ്യം ഭയങ്കര സന്തോഷത്തിലാണ്, പാരിസ് പെർഫ്യൂം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ ആളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാവാണ്, മ്യൂസിക് ഇടുക, ഞാൻ ഡാൻസ് കളിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിയോ ഓഫ്മാൻ ഇത് കേട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അധികം നേരമില്ല ആ സന്തോഷം, ആ സ്മൈൽ ഫെയ്ഡ് ആവാണ്. പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കും അല്ലേ, someone crying inside. Lena came out and said that he made her feel that she was in Paris. അപ്പോൾ നമ്മുടെ ലെന പറയാണ്, ആളെന്ത് ചെയ്തു, എന്നെ പാരീസിൽ എത്തിയ പോലെ തോന്നി, ബട്ട് ഒരിക്കലും ആൾ എത്തിയിട്ടില്ല അല്ലേ? അപ്പൊ അതിൽ എനിക്ക് തന്നെ അറിയാം, അപ്പൊ ഇത് എന്താണ്, ഒരു മെയ്ഡപ്പ് ആയിട്ടുള്ള സംഭവമാണ്, ഞാൻ ശരിക്കും പാരീസിൽ എത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. ഹി മെയ്ഡ് ഹർ ഡാൻസ് ഓൺ ദ ഡാൻസ് ഫ്ലോർ. പക്ഷെ എന്താണ്, ഡാൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദ മെഷീൻ ഷോഡ് ഹർ യങ്. The machine made a sunset last forever and the air fragrant. അപ്പോൾ ആൾക്ക് വേണ്ട, ആ ലെനക്ക് എന്തൊക്കെ വേണമായിരുന്നു അതൊക്കെ ആ മെഷീൻ കാണിച്ചു കൊടുത്തു. പക്ഷേ ലെനക്ക് തന്നെ അറിയാം അതൊന്നും റിയൽ അല്ല എന്നുള്ളത് അല്ലേ? To check the machine, he sat down inside it and shut the door, but as he began to float with colors and music in great relaxation, he heard someone screaming. അപ്പോൾ ആളിങ്ങനെ, അപ്പോൾ നമ്മുടെ ലിയോ എന്ത് ചെയ്തു, എന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആള് അതിനുള്ളിൽ കയറി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു സ്ക്രീമിങ് കേൾക്കാണ്. എന്താണ്, ഫയർ പപ്പ,
തീ വരുന്നുണ്ട് അച്ഛാ എന്ന് പറയാണ്. The machine is on fire. മെഷീൻ എന്താണ്, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. The boys dragged him out when someone broke the door open. A muffled explosion was heard from behind. അപ്പൊ പെട്ടെന്ന് തന്നെ ഇയാളുടെ കുട്ടികൾ ഇയാളെ വലിച്ചു പുറത്തിറക്കി. എന്നിട്ട് പെട്ടെന്ന് ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. The firemen strived to put the flames out. അപ്പൊ നമ്മുടെ ഫയർമെൻ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യാണ്, ഈ ഫ്ലെയിംസ് ഒഴിവാക്കാൻ നോക്കാണ്. Hoffman's children felt proud of the giant flames coming out of their garage, which became a visual treat for everyone. അപ്പൊ നമ്മുടെ ഈ ഫ്ലെയിംസ് ഇങ്ങനെ ഗരാജിന് പുറത്തേക്ക്, ഗാരേജ് അല്ല കേട്ടോ മക്കളെ, ഗരാജ് ആണ്. അപ്പൊ ഗരാജിന് പുറത്തേക്ക് വരുന്ന ഈ ഫ്ലെയിംസ് കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. After the unfortunate incident, Lena explained to Leo that she would be there in the house to put things back to normal, and there was absolute chaos in the commotion Leo made with the machine. അപ്പൊ നമ്മുടെ ലെന പറയാണ്, ഞാൻ എന്നും കൂടെ ഉണ്ടാവും, ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടാവും എന്ന് പറയാണ്. Leo Hoffman left with grandfather and his children when all the firemen and people had gone. He stood his boot through the wet ashes and said, "The first real thing you learn in life is that you are a fool." അപ്പൊ നമ്മുടെ ലിയോ ഓഫ്മാൻ പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് നമ്മൾ ഒരു ഫൂളാണ്, ഒരു മണ്ടനാണ് എന്നാണ്. Do you want to see the happiness machine എന്ന് ചോദിക്കുകയാണ്. It got patented more than 1,000 years ago and is still there. അപ്പോൾ ആള് പറയാണ്, അത് എന്നോ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്, ഇപ്പോഴും അതുണ്ട്. Though not always good. അപ്പോൾ എപ്പോഴും അത് നല്ലതായിരിക്കില്ല, but it runs on and on അല്ലേ. അപ്പൊ അതെന്താണ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും നല്ലതായിരിക്കില്ല, ചില സമയത്ത് കുരുത്തക്കേടൊക്കെ കളിക്കുന്ന ഒരു ഹാപ്പിനെസ് മെഷീനാണ്. അപ്പൊ അതെന്താണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. When they looked through the വിൻഡോയിലൂടെ നോക്കിയപ്പോൾ they saw Paul and Marshall playing chess in the coffee table. Rebecca എന്താ ചെയ്യുന്നത്, laying out the silver in the dining room. Naomi was cutting paper doll dresses and Ruth എന്താ ചെയ്യുന്നത്, പെയിന്റിംഗ് വാട്ടർ കളേഴ്സ്. ജോസഫ് വാസ് റണ്ണിങ് ഹിസ് ഇലക്ട്രിക് ട്രെയിൻ. ലെന എന്ത് ചെയ്യാണ്, സ്ലൈഡിങ് എ പോട്ട് റോസ്റ്റ് from the steaming oven, feeling the healing touch of all the bits and pieces of his house, and in sheer ecstasy, Leo said, "The happiness machine." അപ്പോൾ ആള് ആ വിൻഡോയിലൂടെ ഇങ്ങനെ അയാളുടെ മക്കളെയും, ഇപ്പൊ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ഒരു ഇമോഷണൽ ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെ, മിസ്സിന് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് മിസ്സിന് അറിയില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആള് ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി കാണാണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ് മെഷീൻ എന്ന് ആള് ലിയോ പറയാണ്. അപ്പൊ നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് അല്ലെ. അപ്പോൾ ആൾ നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ്, പക്ഷെ ഒരിക്കലും ഹാപ്പിനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ എന്ത് ചെയ്യാണ്, അത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ അല്ലെ, തിരിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് നമ്മൾ ഹാപ്പി ആവാൻ നോക്കുക അല്ലെ. എപ്പോഴും നമ്മൾ ഹാപ്പി ആവാൻ നോക്കുക. ഓക്കെ.